ഹലോ മൈ ലവ്ലീസ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടാപ്പിക്ക് ഒരു ഡെൻറ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനും കുട്ടാപ്പിയും സുട്ടുമണിയും കൂടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടിയും കൊണ്ട് ആ ഒരു ഏരിയയിലോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പാർക്കിംഗ് കിട്ടുമോ, എവിടെ പാർക്ക് ചെയ്യേണ്ടേ, സുട്ടുമണി കരയുമോ, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ടെൻഷനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇവിടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനും പാടില്ല. അപ്പം ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുട്ടാപ്പിയെ കൊണ്ട് സ്കൂളിൽ വിട്ടു. പിന്നെ ഞാൻ സുട്ടുമണിയും തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് സുട്ടുമണി പാല് കുടിച്ച് ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോഴാണ് കിച്ചണെല്ലാം കുറച്ച് അലങ്കോലമായി കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഡിഷ് വാഷറെല്ലാം അൺലോഡ് ചെയ്ത് വെച്ചു. എനിക്ക് ഭയങ്കര മടിയുള്ള പരിപാടിയാണ് ഈ ഡിഷ് വാഷർ അൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഡിഷ് വാഷർ രാവിലെ തന്നെ അൺലോഡ് ചെയ്താൽ നമുക്ക് അഴുക്കാവുന്ന പാത്രം അപ്പോൾ തന്നെ അതിനകത്തോട്ട് വെക്കാം. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ലൈഫ് 10 times ഈസിയർ. പക്ഷേ എന്താണെന്നറിയത്തില്ല, അത് ചെയ്യാൻ മടിയാണ്. പക്ഷേ എന്താണേലും ഇന്നത് ചെയ്തു. അഴുക്കായിട്ടുള്ള പാത്രങ്ങളെല്ലാം ലോഡ് ചെയ്ത് വെച്ചു. പിന്നെ ഡിഷ് വാഷറിൽ വെക്കാത്ത കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയും എടുത്തു. അത് കഴിഞ്ഞ് സിങ്കും ഒന്ന് കഴുകിയിട്ടു. എനിക്കെന്താണെന്ന് അറിയത്തില്ല, എവിടെ അലങ്കോലമായി കിടന്നാലും കിച്ചൺ ഒന്ന് ക്ലീനായി കിടക്കുമ്പോൾ ഒരു സമാധാനമാണ്. എന്നെപ്പോലെ വേറെ ആൾക്കാരും ഉണ്ടോ? കമൻറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് ഞാൻ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും കൂടെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും രണ്ടും ഒന്ന് ക്ലീനാക്കി തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഓട്സും ഒരു മുട്ട എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് ന്യൂ മോംസിനുള്ളൊരു ടിപ്പാണ്. ഞാനിങ്ങനെ വായിച്ചു, ഓട്സ് കഴിക്കുന്നത് നമ്മുടെ മിൽക്ക് സപ്ലൈ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരും എല്ലാ മീലിൻ്റെയും കൂടെ ഒരു പ്രോട്ടീൻ സോഴ്സ് എടുക്കാൻ ശ്രമിക്കണം. ഒരു മുട്ടയും കൊണ്ട് അധികം പ്രോട്ടീൻ ആവത്തില്ല, എന്നാലും എല്ലാ മീലിൻ്റെയും കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഒരു സിനമൺ സ്റ്റിക്കും കുറച്ച് നട്ട്മെഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓട്സ് അങ്ങനെ തിളപ്പിക്കാറില്ല. ഞാൻ ആ തിളച്ച് വരുന്ന പാലിനകത്തോട്ട്, ആ ചൂടിനകത്തോട്ട് ഓട്സ് ഇട്ട് കുറച്ച് നേരം വെക്കത്തേ ഉള്ളൂ. ഞാൻ തിളപ്പിക്കാറില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഈ കൊട്ടും ബഹളവും എല്ലാം കേട്ട് സുട്ടുമണി ഉണരല്ലേ എന്ന്. കാരണം അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവം സഹായിച്ച് അവൾ ഉണർന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് പെട്ടെന്ന് പോയിരുന്ന് കഴിച്ചു. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു ദിവസം കാണാം. ബൈ, സീ യു.